अस्सलाम वालेकुम रहमतुल्लाह। तकबीर। राम अहमदियत, हजरत मोहम्मद मुस्तफ़ा, हजरत मोहम्मद मुस्तफ़ा, गुलाम अहमद की, गुलाम अहमद की खिलाफत अहमदिया, खिलाफत अहमदिया, हजरत अमीरुल मोमिनीन हजरत खलीफतुल मसीह खामिल, जलसा सालाना जर्मनी, जमात अहमदिया आलमगीर, जमात अहमदिया जर्मनी, नारे तकबीर। अशहदु अल्ला इलाहा इल्लल्लाह वहदहु ला शरीक लहु वअशहदु अन्ना मुहम्मदन अब्दुहु व रसूलुहु। अम्मा बअदु फ़अऊज़ु बिल्लाहि मिनश शैतानिर रजीम। बिस्मिल्लाहिर रहमानिर रहीम। अल्हम्दुलिल्लाहि रब्बिल आलमीन अर्रहमानिर रहीम मालिकि यौमिद्दीन इय्याका नअबुदु व इय्याका नस्तईन इहदिनस सिरातल मुस्तक़ीम सिरातल लज़ीना अनअमता अलैहिम गैरिल मग़ज़ूबि अलैहिम वलद्दाल्लीन। ഇന്ന് ലോകത്ത് മുഴുവനും വ്യാപിച്ചിരിക്കുന്ന അഹമ്മദികളുടെ ഹദ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബയ്യത്ത് ചെയ്തതിൻ്റെ കടമ നിർവഹിക്കുന്നതിനുള്ള പരിശ്രമം, ഇസ്ലാമിൻ്റെ സന്ദേശം ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ജീവനും സമയവും ധനവും ത്യാഗം ചെയ്യുന്നത്, ഇത് തെളിയിക്കുന്നത് ഹദ്രത്ത് മിർസ ഗുലാം മുഹമ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാം തന്നെയാണ്. ആ വ്യക്തി ഈ കാലഘട്ടത്തിൽ അള്ളാഹു ഇസ്ലാമിൻ്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി അയച്ചിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ സഹായമില്ലാതെ ഇതൊരിക്കലും തന്നെ സാധ്യമായ കാര്യമല്ല. ലോകത്തിൻ്റെ കോണുകളിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ബയ്യത്തിലേക്ക് വരാൻ സാധിക്കുമായിരുന്നില്ല. ഇത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഫളലാണ്. അത് ഇറക്കാനുള്ള കാരണം അള്ളാഹു തന്നെ വാഗ്ദാനം ചെയ്തിരിക്കുന്നു. ജനങ്ങൾ ഇസ്ലാമിൻ്റെ അധ്യാപനം മറന്നു പോകുന്നൊരു കാലഘട്ടം വരും, വിസ്മരിക്കുന്നൊരു കാലം വരും. അന്ന് അള്ളാഹു ഒരു വ്യക്തിയെ നിയോഗിക്കുന്നതാണ്. അദ്ദേഹം ഇസ്ലാമിൻ്റെ സന്ദേശം അള്ളാഹുവിൻ്റെ സഹായത്തോടുകൂടെ ലോകത്തിൻ്റെ കോണുകളോളം എത്തിക്കുന്നതാണ്. അദ്ദേഹം തന്നെയാണ് ഇന്ന് നിങ്ങളെല്ലാവരും തന്നെ ഇവിടെ ഒരു ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഈ ആത്മീയമായ അന്തരീക്ഷത്തിൽ കഴിച്ചുകൂട്ടി തങ്ങളുടെ ആത്മീയമായ വൈജ്ഞാനികപരമായിരിക്കുന്ന ദാഹത്തെ ശമിപ്പിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ നിങ്ങൾ അവരിൽ ഉൾപ്പെടുന്നവരായി തീരും. ആഖിരീങ്ങളുടെ ആ ജമാഅത്തിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി അത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രവർത്തനത്തെ പൂർത്തീകരിക്കുന്നവരായിരിക്കും. ഇവർ ഇവിടെ വന്നുകൊണ്ട് ഇത് പൂർത്തിയാക്കാനുള്ള വാഗ്ദാനം ചെയ്യുന്നവരായിത്തീരുന്നതാണ്. ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം ഒരു സ്ഥലത്ത് പറയുന്നു, അള്ളാഹു എന്താണ് ആഗ്രഹിച്ചിരിക്കുന്നത് അതെല്ലാം തന്നെ രണ്ട് കാലഘട്ടത്തിലാണ് പൂർത്തിയാകേണ്ടത്. ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ കാലഘട്ടത്തിൽ, ഒന്ന് അവസാന കാലത്തെ മസീഹ് മഹ്ദിയുടെ കാലഘട്ടത്തിൽ. ഒരു കാലത്ത് വിശുദ്ധ ഖുർആൻ്റെ സത്യാധ്യാപനങ്ങൾ ഇറക്കപ്പെടുകയുണ്ടായി. ഫൈസ് അഫജിൻ്റെ അന്ധകാരത്തിൻ്റെ കാലഘട്ടം അത് മൂടിക്കളയുകയുണ്ടായി. പിന്നീട് ആ മറ നീക്കപ്പെടുന്ന ഒരു കാലഘട്ടം വരും. അത് മസീഹിൻ്റെ കാലഘട്ടത്തിലായിരിക്കും. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഒന്ന് സഹാബാക്കളുടെ ജമാഅത്തിനെ വിശുദ്ധീകരിച്ചു, മറ്റൊന്ന് വരാനിരിക്കുന്ന ജമാഅത്തിനെ വിശുദ്ധീകരിച്ചു. ലമ്മ യൽഹഖൂബിഹിം എന്ന ആ വരുന്ന ജമാഅത്തിനെ സംബന്ധിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു സ്വാർത്ഥ നൽകിയിരിക്കുന്നു എന്നുള്ള വ്യക്തമാണ്. അന്ധകാര നിബിഡമായ കാലത്ത് അള്ളാഹു ഈ ദീനിനെ ഒരിക്കലും തന്നെ നശിപ്പിച്ച് കളയുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് അള്ളാഹു വിശുദ്ധ ഖുർആൻ്റെ യാഥാർത്ഥ്യങ്ങൾ തുറക്കുമെന്ന് കാണിക്കുന്നതാണ്. പറയപ്പെടുന്നു മസീഹിൻ്റെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ശ്രേഷ്ഠത എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ്റെ ജ്ഞാനം, അതുപോലെ തന്നെ ജ്ഞാനങ്ങൾ അത് കരസ്ഥമാക്കുകയും വിശുദ്ധ ഖുർആനിൽ നിന്നും ജ്ഞാനങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് ജനങ്ങളെ വിശുദ്ധ ഖുർആൻ അറിയാത്ത കാര്യങ്ങളെ സംബന്ധിച്ച് അത് ദൂരീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ ജ്ഞാനം അദ്ദേഹം ലോകത്ത് പരത്തുന്നതായിരിക്കും. ഈ കാലഘട്ടത്തിൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വന്ന കാലഘട്ടം, ആ കാലത്ത് ഓരോ വ്യക്തിയും ഇസ്ലാമിൻ്റെ വേദന ഉൾക്കൊള്ളുന്ന വ്യക്തികൾ ഓരോരുത്തരും ഇപ്രകാരം ദുആ ചെയ്യുകയായിരുന്നു. അള്ളാഹു ഏതെങ്കിലും ഒരു വ്യക്തി അയക്കട്ടെ എന്ന് ദുആ ചെയ്യുകയായിരുന്നു. ഇസ്ലാമിൻ്റെ ഈ മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കിഷ്തിയെ, ഈ വഞ്ചിയെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി, ഇസ്ലാമിനെ വീണ്ടും പുനർജീവനം ലഭിക്കുന്നതിന് വേണ്ടി ഒരാൾ വരട്ടെ, അങ്ങനെ ഇസ്ലാമിൻ്റെ മഹത്വം വീണ്ടും ലോകത്ത് പ്രകടമാകട്ടെ എന്ന് ദുആ ചെയ്യുകയായിരുന്നു. ചരിത്രത്തിലേക്ക് നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറ്റവും കൂടുതൽ ചിന്ത ഹദ്റത്ത് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടായിരുന്നത്. അദ്ദേഹം തൻ്റെ ജിഹാദിൽ അദ്ദേഹം ഉൾപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വലിയ വേദനയാണ് ഉണ്ടായിരുന്നു. എങ്ങനെ അള്ളാഹുവിൻ്റെ മനോഹരമായ സന്ദേശത്തെ എങ്ങനെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ഈ മനോഹരമായിരിക്കുന്ന അധ്യാപനത്തെ എങ്ങനെയാണ് ലോകത്ത് പ്രചരിപ്പിക്കേണ്ടത് എന്നുള്ള ആ ഒരു വെമ്പലായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എങ്ങനെ ലോകത്തോട് പറഞ്ഞു കൊടുക്കും, എങ്ങനെ പറയും? അള്ളാഹുവിൻ്റെ സാമീപ്യം ഇന്ന് അള്ളാഹുവിൻ്റെ ജ്ഞാനം കരസ്ഥമാക്കി തരുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം തന്നെയാണ് എന്ന് എങ്ങനെ പറഞ്ഞു കൊടുക്കും? ആ കാലത്ത് ബറായിന അഹമ്മദിയ എന്നുള്ള ഗ്രന്ഥം അദ്ദേഹം എഴുതുകയുണ്ടായി. അന്നുള്ള പണ്ഡിതന്മാരും ഈ ഗ്രന്ഥത്തെ വളരെയധികം പുകഴ്ത്തിപ്പറയുകയുണ്ടായി. പലരും തന്നെ പറഞ്ഞത് ഇസ്ലാമിൻ്റെ സഹായത്തിന് വേണ്ടി ഇങ്ങനൊരു ഗ്രന്ഥം ഇതുവരെ എഴുതപ്പെട്ടിട്ടില്ല എന്നാണ് പറയപ്പെട്ടിരുന്നത്. അന്നുള്ള അവസ്ഥ, ഇസ്ലാമിൻ്റെ അവസ്ഥ വളരെ ശക്തമായ അക്രമത്തിനിരയായിക്കൊണ്ടിരുന്ന കാലമായിരുന്നു. മുസ്ലിങ്ങൾ ഇസ്ലാം വിട്ടുകൊണ്ട് ക്രിസ്തു മതത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരുന്നു. ചിലർ നിരീശ്വരവാദികളായി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് ആ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒന്ന് ഏറ്റുപറച്ചിൽ വളരെ അത്ഭുതകരമാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനും ഈ വേദന ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഇസ്ലാമിനോടുള്ള സ്നേഹമായിരുന്നു ഇങ്ങനെ വേദനിക്കാനുള്ള കാരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുള്ള ഇഷ്ക് അദ്ദേഹത്തിനുണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. അള്ളാഹുവിൻ്റെ ഏക തൗഹീദിനെ ലോകത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിനൊരു വേദനയുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം ഈ ഗ്രന്ഥം എഴുതിയത്. അങ്ങനെ ലോകത്തോട് പറയാൻ വേണ്ടി ഇന്ന് ലോകത്ത് ഒരേ ഒരു ദീനാണുള്ളത്. ഇന്ന് ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കാണിക്കുന്ന മതം ഇതാണ്. സത്യമതത്തെ സത്യസംബന്ധിച്ച് അധ്യാപനം നൽകുന്ന പരിപൂർണമായ ദീൻ ഒന്ന് മാത്രമേ ഉള്ളൂ. ഈ പുസ്തകം എഴുതിക്കൊണ്ട്, ഈ ഗ്രന്ഥം എഴുതിക്കൊണ്ട് ലോകത്തോട് പറഞ്ഞു, ഇസ്ലാം തന്നെയാണ് യഥാർത്ഥ ദീന് എന്നുള്ളത്. അത് അള്ളാഹുവിൽ നിന്നും വന്നത് അതാണ്. അള്ളാഹുവും ഇൽമിൻ്റെയും ഇർഫാനിൻ്റെയും ഏറ്റവും കൂടുതൽ ജ്ഞാനം അള്ളാഹു അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. അതിന് ഉദാഹരിക്കാൻ കഴിയുകയില്ല. കാരണം അള്ളാഹുവിൻ്റെ ഇംഗിതമായിരുന്നു ഏതൊരു മസീഹും മഹദിയാണ് വരേണ്ടിയിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചാണ് പ്രവചനം നൽകിയിരുന്നത്. ആ പ്രവചനം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. അത് മിർസ ഗുലാം അഹ്മദ് ഖാദിയാനി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അള്ളാഹു തുടക്കത്തിൽ തന്നെ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തർബിയത്ത് നൽകുകയുണ്ടായി. തുടക്കത്തിൽ തന്നെ ഇർഫാൻ നൽകുകയുണ്ടായി, ജ്ഞാനങ്ങൾ നൽകുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ശത്രുക്കളുടെ വായടക്കുന്നതിനുള്ള തെളിവുകൾ അദ്ദേഹത്തിന് നൽകുകയുണ്ടായി. അങ്ങനെ ശത്രുക്കൾ ഓടിപ്പോകാൻ തുടങ്ങി. ഇതെല്ലാം തന്നെ അദ്ദേഹം നൽകിയിരിക്കുന്ന അള്ളാഹുവിൻ്റെ പ്രത്യേക ഫضലോട് കൂടിയാണ്. അദ്ദേഹം പറയുകയുണ്ടായി, ഞാൻ വീട്ടിൽ നിന്നൊന്നും തന്നെ കൊണ്ടുവന്നിട്ടില്ല. ഞാൻ എന്തെല്ലാം അധ്യാപനങ്ങൾ കരസ്ഥമാക്കിയിട്ടുണ്ട്, അറിവുകൾ കരസ്ഥമാക്കി
സ്വന്തമാക്കിയിട്ടുണ്ടോ? എന്ത് അഭിമാനങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ടോ? ആദരവ് എനിക്ക് ലഭിച്ചിട്ടുണ്ടോ? അതുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയോടുള്ള മുഹബ്ബത്തോടും റസൂൽ തിരുമേനിയുടെ പിൻപറ്റിയത് കൊണ്ടുമാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ ഉന്നതമായ സ്ഥാനം വലിയ വലിയ വ്യക്തിത്വത്തിൽ മാത്രമായി പ്രായം ചെന്നപ്പോൾ മാത്രമായിരുന്നില്ല, ചെറുപ്പത്തിലും അദ്ദേഹത്തിന് ഇതുണ്ടായിരുന്നു. ഒരു സ്ഥലത്ത് അദ്ദേഹം പറയുന്നു, യുവത്വ കാലത്ത് എനിക്ക് ഒരു രാത്രിയിൽ ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ്, ഞാൻ വലിയൊരു ബിൽഡിങ്ങിലാണ് നിൽക്കുന്നത്, വളരെ സുന്ദരമായ വൃത്തിയുള്ള ഒരു ബിൽഡിങ്ങിൽ നിൽക്കുന്നു. അവിടെ റസൂൽ തിരുമേനിയെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് ഇരിക്കുന്നത് എന്ന് ഞാൻ ചോദിച്ചു ജനങ്ങളോട്. ഒരു റൂം എനിക്ക് കാണിച്ചു തന്നു ആ വീട്ടിലെ. ഞാൻ മറ്റുള്ളവരോടൊപ്പം കൂടി അതിൻ്റെ അകത്തേക്ക് ചെന്നു. ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സവിധത്തിൽ ഹാജരായപ്പോൾ റസൂൽ തിരുമേനി വളരെ സന്തോഷിച്ചു. എന്നിട്ട് ഞാൻ സലാം പറഞ്ഞപ്പോൾ നല്ല രീതിയിൽ മറുപടി പറയുകയും ചെയ്തു. അത് റസൂൽ തിരുമേനി മനോഹരം, സൗന്ദര്യം, ആ റസൂൽ തിരുമേനിയുടെ ആ കാരുണ്യത്തിൻ്റെ കാഴ്ച എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. അത് ആ സ്നേഹം എന്നെ വളരെയധികം അടാതാകർഷിച്ചു. ആ ഒരു ശുദ്ധമായ വദനം എന്നെ അടാതാകർഷിക്കുകയുണ്ടായി. അപ്പോൾ റസൂൽ തിരുമേനി എന്നോട് പറഞ്ഞു, അഹ്മദ്, നിൻ്റെ കൈ വലത് കയ്യിൽ എന്താണുള്ളത്? ഞാൻ എൻ്റെ കൈ വലത് കൈയിലേക്ക് നോക്കിയപ്പോൾ അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു, എൻ്റെ കയ്യിൽ ഒരു ഗ്രന്ഥമുണ്ട്. അത് എൻ്റെ ഒരു ഗ്രന്ഥമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പറഞ്ഞു, ഹുസൂർ, ഇത് എൻ്റെ ഒരു ഗ്രന്ഥമാണ്, ഞാൻ എഴുതിയ ഗ്രന്ഥമാണ്. അത് ചോദിച്ചു റസൂൽ തിരുമേനി, ഈ പുസ്തകത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേരെന്താണ്? അപ്പോൾ ഞാൻ അത്ഭുതത്തോടു കൂടി ആ ഗ്രന്ഥത്തെ ഞാൻ വീണ്ടും നോക്കുകയുണ്ടായി. അപ്പോൾ അത് ഞാൻ എൻ്റെ ഗ്രന്ഥത്തിലുള്ളൊരു പുസ്തകത്തെ പോലെ എനിക്ക് തോന്നി. കുത്തുബി എന്നാണ് ഗ്രന്ഥകാരത്തിലുള്ള ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ ഞാൻ റസൂൽ തിരുമേനിയോട് പറയുകയുണ്ട്, യാ റസൂലല്ലാഹ്, കുത്തുബി എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞു. അപ്പോൾ തിരുമേനി പറയുകയുണ്ടായി, ആ പുസ്തകം ആ ഗ്രന്ഥം എനിക്ക് കാണിച്ചു തരൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് വാങ്ങിയപ്പോൾ റസൂൽ തിരുമേനിയുടെ കൈ, ആ പരിശുദ്ധ കൈ തൊട്ടതോടുകൂടി ഒരു മനോഹരമായ നല്ല പഴമഴ മാറി. കണ്ണ് കാണുന്നവർക്ക് മനോഹരമായ റസൂൽ തിരുമേനി അത് മുറിച്ചപ്പോൾ, പഴം മുറിച്ചപ്പോൾ അതിൽ നിന്ന് ഒഴുകാൻ തുടങ്ങി, നല്ല തേൻ പോലെ ഒഴുകാൻ തുടങ്ങി. അങ്ങനെ ആ തേൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ വലത് കൈയിൽ, അതായത് കയ്യിൽ നിന്നും മുട്ടുവരെ ഒഴുകുന്നതായി ഞാൻ കാണുകയുണ്ടായി. റസൂൽ തിരുമേനിയുടെ കൈകളിൽ നിന്ന് തേൻ ഉറ്റുറ്റു വീഴുന്നതായി ഞാൻ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് എന്നെ കാണിച്ചു തരുന്നത് എന്നെ അത്ഭുതപ്പെടുത്താൻ വേണ്ടിയായിരുന്നു. അപ്പോൾ എൻ്റെ ഹൃദയത്തിലിട്ട് തരികയുണ്ടായി. അവിടെ ഒരു മൃതശരീരം കിടക്കുന്നുണ്ട്. ഈ പഴം മുഖേനയായിരിക്കും ആ വാതിലിനടുത്ത് കിടക്കുന്ന ആ മൃതശരീരം ജീവിക്കുക എന്ന്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഒരു ജീവൻ നൽകുന്നതായിരിക്കും ഇത് മുഖേന. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ആ മൃതശരീരം ജീവിച്ചുകൊണ്ട് എഴുന്നേറ്റുകൊണ്ട് എൻ്റെ അടുത്ത് ഓടി വന്നുകൊണ്ട് എൻ്റെ പിന്നിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അല്പം ബലഹീനത ഉണ്ടായിരുന്നു, വിശപ്പുണ്ടായിരുന്നു, ബലഹീനത ഉണ്ടായിരുന്നു, വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരിച്ചുകൊണ്ട് എന്നയിലേക്ക് നോക്കുകയുണ്ടായി. എന്നിട്ട് ആ പഴം മുറിച്ചുകൊണ്ട് അതിൽ നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്ന് കഴിക്കുകയും മറ്റെല്ലാം തന്നെ എനിക്ക് നൽകുകയും ചെയ്തു. ഒരു കഷ്ണം റസൂൽ തിരുമേനി തന്നു. അതിൽ നിന്നെല്ലാം തന്നെ തേൻ ഇറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, അഹ്മദ്, ഈ മൃതശരീരത്തിന് കൊടുക്കുക, ഒരു കഷ്ണം കൊടുക്കുക, അങ്ങനെ അത് തിന്നിട്ട് ശക്തി കൈവരിക്കട്ടെ. ഞാൻ കൊടുത്തപ്പോൾ അവൾ അത് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ കാണുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുർസി വളരെയധികം ഉയർന്നു പോയിരിക്കുന്നു. അങ്ങനെ ഏറ്റവും ഉയർന്നത് ഞാൻ കാണുകയുണ്ടായി. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു മുഖം വളരെയധികം പ്രസന്നവനതായി ഞാൻ കാണുകയുണ്ടായി. സൂര്യനും ചന്ദ്രൻ്റെയും പ്രകാശങ്ങൾ അതിൽ ഫലിക്കുന്നത് ഞാൻ കാണുകയുണ്ടായി. റസൂൽ തിരുമേനി മുഖത്തേക്ക് നോക്കി. അപ്പോൾ വളരെ അത്ഭുതകരമായി എൻ്റെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഉറ്റിറ്റ് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ഉണരുകയുണ്ടായി. അപ്പോൾ ഞാൻ കരയുകയായിരുന്നു. അപ്പോൾ അള്ളാഹുവിൻ്റെ ഹൃദയത്തിലിടുകയുണ്ടായി. ആ മരിച്ചു കിടക്കുന്ന മൃതദേഹം ഇസ്ലാമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആത്മീയമായിരിക്കുന്ന പ്രഭാവം നിമിത്തം എൻ്റെ കൈകളാൽ അതിനെ ജീവിപ്പിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തറിയാം? പറയുന്നു, നിങ്ങൾക്ക് എന്തറിയാം? ഈ സമയം അടുത്തിരിക്കാം, അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കുക. ഈ സ്വപ്നത്തിൽ റസൂൽ തിരുമേനി തൻ്റെ തിരുകൈകളെ കൊണ്ട്, പരിശുദ്ധ വചനങ്ങളെ കൊണ്ട്, തൻ്റെ പ്രഭാവത്താൽ, തൻ്റെ കരങ്ങളാൽ എന്നെ തർബിയത്ത് നൽകുകയുണ്ടായി. റസൂൽ തിരുമേനി തർബിയത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം തർബിയത്ത് റസൂൽ തിരുമേനിയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അധ്യാപനങ്ങളിലൂടെയാണ് എല്ലാം തന്നെ കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇങ്ങനെ അള്ളാഹു തൻ്റെ പ്രിയനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷം ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ ലോകത്ത് സ്ഥാപിക്കുന്നതിന് വേണ്ടി വെമ്പൽ കൊണ്ട വ്യക്തി അദ്ദേഹത്തിന് സ്വാർത്ഥ നൽകുകയുണ്ടായി. എൻ്റെ പ്രിയനെ, ഇപ്പോൾ നിന്നെ ഈ ജോലി ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇസ്ലാമിൻ്റെ ഈ വഞ്ചിയെ വളരെ സുരക്ഷിതമായി നീ കരക്കെത്തിക്കണം. ലോകത്ത് മുഴുവനും ഇതിൻ്റെ തണലിൽ കൊണ്ടുവരേണ്ടതാണ്, ഇതിലിരുത്തേണ്ടതാണ്. അള്ളാഹു വ്യക്തമായി പറയുകയുണ്ടായി, ലോകത്തിൻ്റെ മോക്ഷം ഇതിലൂടെയാണുള്ളത് ലഭിക്കുക. നിനക്കെതിരിലാരെങ്കിലും വരികയാണെങ്കിൽ നിന്നോടല്ല, മറിച്ച് എന്നോടാണ് പോരാടുന്നത് മനസ്സിലാക്കുക. നിൻ്റെ കൈകളിൽ കൈ നൽകുന്നവർ, നിന്നെ സഹായിക്കുന്നവൻ, നിൻ്റെ ജമാഅത്തിൽ പ്രവേശിക്കുന്നവർ എൻ്റെ കൈകളിലാണ് കൈ തരുന്നത്. ഇവരായിരിക്കും എൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്നവർ. വാദത്തിന് മുമ്പ്, ബയ്യത്ത് വാങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന് ഒരു ഇൽഹാമുണ്ടായി. ഇതിനെ സംബന്ധിച്ച് വസീം അലൈഹി സ്വലാം പറയുന്നു, എന്നോട് കൽപ്പിക്കുകയുണ്ടായി, ആരാണോ സത്യാന്വേഷികൾ, സത്യവിശ്വാസവും സത്യവിശുദ്ധിയും അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ വാഴയും കരസ്ഥമാക്കുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ അവിശുദ്ധ ജീവിതം വിടുന്നതിന് വേണ്ടി എന്നോട് ബയ്യത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ അവർ എൻ്റെ അടുത്ത് വരിക. അതുകൊണ്ട് എങ്ങനെയുള്ള ആളുകൾ എൻ്റെ അടുത്തേക്ക് വരികയും ഞാൻ അവരുടെ ദുഃഖങ്ങൾ അകറ്റുന്നതാണ്, അവരുടെ ഭാരങ്ങൾ ലഘൂകരിക്കുകയും ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. അള്ളാഹുവിൻ്റെ ദുആയും എൻ്റെ ശ്രദ്ധയും കാരണത്താൽ അവരിൽ ബർക്കത്തിടുകയും ചെയ്യുന്നതാണ്. കാരണം അള്ളാഹുവിൻ്റെ കൽപ്പനകളനുസരിച്ച് അവർ ജീവിക്കാൻ ഷർത്ത് അവർക്ക് നിർബന്ധിതരാണ്, അതവർ പാലിക്കേണ്ടതാണ്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ പാലിക്കാൻ അവർ തയ്യാറാണെങ്കിൽ തീർച്ചയായും ഞാൻ അവരെ പരിശുദ്ധീകരിക്കുന്നതാണ്. അതിലുള്ള അറബി ഇല്ലാമ ഇപ്രകാരമാണ്, ഇദാ അസംത ഫതവക്കൽ അലല്ലാഹി വസ്നഇൽ ഫുൽക ബിഅയുനന വവഹീനന അല്ലദീന യുബായൂനക ഇന്നമാ യുബായൂനല്ലാഹ യദുല്ലാഹി ഫൗക ഐദീഹിം. ഇതാണ് അള്ളാഹു എന്നോട് അറിഞ്ഞിരിക്കുന്ന വാക്കുകൾ അറബിയിൽ. നീ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക, എൻ്റെ വഴിയും എൻ്റെ മുമ്പിലും നിസാമെ ജമാഅത്തിൻ്റെ ഈ വഞ്ചി നീ ഉണ്ടാക്കുക. അതിനെ സംബന്ധിച്ച് അതിന് കൽപ്പിച്ചിരിക്കുന്നതും, നിൻ്റെ കയ്യിൽ ആരാണോ ബയ്യത്ത് ചെയ്യുന്നതും യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ കൈകളിലാണ് അവർ ബയ്യത്ത് ചെയ്യുന്നതും. അള്ളാഹുവിൻ്റെ കൈകൾ അവരുടെ കൈകൾക്ക് മുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. 1888 അള്ളാഹു അദ്ദേഹത്തോട് പറയുകയുണ്ടായി, ഈ പ്രസ്ഥാനത്തെ അള്ളാഹു നിയമിച്ചുകൊണ്ട് രൂപീകരിക്കുന്ന വേണ്ടി എന്നോട് പറയുകയുണ്ടായി, ലോകത്ത് അന്ധകാര നിബിഡമാരവസ്ഥയാണുള്ളത്. നീ ഈ ശക്തമായിരിക്കുന്ന ഈ കൊടുങ്കാറ്റിൽ നീ ഒരു വഞ്ചി ഉണ്ടാക്കുക. ആരാണോ ഇതിൽ സഞ്ചരിക്കുന്നത് അവർ മുങ്ങുന്നതിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ്. ആരാണോ നിഷേധിക്കുന്നത് അവർ പരാജയപ്പെടുന്നത്. നിൻ്റെ കയ്യിൽ ആരാണോ കൈ തരുന്നത് അവൻ്റെ കൈ നിൻ്റെ കൈകളിലല്ല അവൻ കൈ തരുന്നത്, അള്ളാഹുവിൻ്റെ കൈകളിലാണ് നൽകുന്നത്. അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അദ്ദേഹം ഈ പറയുകയുണ്ടായി, നിങ്ങൾ സത്യവും അള്ളാഹുവിലേക്ക് തിരിയുകയും ചെയ്യുന്ന യഥാർത്ഥ മാർഗം അന്വേഷിക്കുകയാണെങ്കിൽ അള്ളാഹു ഈ കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ദാസത്വത്തിൽ എന്നെ ഇതിനു വേണ്ടി നിയമിച്ചിരിക്കുന്നു. എന്നെ പിന്നിൽ നിങ്ങൾ വരിക, എൻ്റെ ജമാഅത്തിൽ നിങ്ങൾ അംഗങ്ങളായി തീരുക. നിങ്ങളുടെ ദീനും ശരിയായി തീരുന്നതാണ്, നിങ്ങളുടെ ഭൗതികവും ശരിയായി തീരുന്നത്, പരലോകവും നിങ്ങൾക്ക് ശരിയായി തീരുന്നതാണ്. ഈ ലോകത്ത് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്ന നിങ്ങൾ മാറുന്നത്, ആഖിറത്തിനും അള്ളാഹുവിൻ്റെ ഫضل കരസ്ഥമാക്കുന്നതായി നിങ്ങൾ മാറുന്നത്. എന്നാൽ ഷർത്ത് എന്താണ്, നിബന്ധന എന്താണ്? പരിപൂർണമായിരിക്കുന്ന ദൈവസ്നേഹം നിങ്ങളിൽ ഉണ്ടാക്കണം. അശ്രദ്ധ വെടിയേണ്ടതായിരിക്കും, അലസത വെടിയേണ്ടതാണ്. അപ്പോഴാണ് ബയ്യത്തിൻ്റെ കടമ നിറവേറ്റുന്നതിന് നിങ്ങൾ മാറുക.
ഇതിൽ നിന്നെല്ലാം നിങ്ങൾ ഫലമെടുക്കുന്നവരായി തീരുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും തന്നെ നോക്കേണ്ടത്, നമ്മൾ ആ പരിപൂർണമായ സ്നേഹമുണ്ടോ, ദീന് കരസ്ഥമാക്കുന്നതിനുള്ള ആ അന്വേഷണം ത്വര നമ്മളിലുണ്ടോ, നമ്മൾ ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നതിനുള്ള പ്രതിജ്ഞ ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി നമ്മൾ പരിപൂർണമായി പരിശ്രമിക്കുന്നുണ്ടോ, അതല്ലെങ്കിൽ ഒരു താൽക്കാലികമായിരിക്കുന്നുണ്ട് ആവേശം അതുകൊണ്ട് അല്പം ധ്യാനം അല്ലെങ്കിൽ നമ്മുടെ ശരീരം നമ്മൾ ത്യാഗം ചെയ്തു എന്നാൽ സ്ഥിരമായി നമ്മൾ ചെയ്യുന്നില്ലയോ, ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനത്തിൽ നമ്മൾ സ്ഥിരമായി അധ്യാപനങ്ങൾ പിൻപറ്റുന്നില്ലെങ്കിൽ നമ്മൾ ഉണ്ടോ നമ്മൾ നോക്കുക. യഥാർത്ഥ രീതിയിൽ എല്ലാ അനുഗ്രഹങ്ങളും കരസ്ഥമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ബയ്യത്ത് ചെയ്യുന്നതോടൊപ്പം ലഭിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന എല്ലാ അനുഗ്രഹം ലഭിക്കണമെങ്കിലും നമ്മൾ നമ്മുടെ ആ പ്രവർത്തനങ്ങളെ നമ്മൾ ശുദ്ധീകരിക്കേണ്ടതായി വരും. മസീഹ് അലൈഹി സ്വലാം പറയുകയുണ്ടായി, ഞാൻ നിങ്ങളുടെ സാനുഭൂതി പ്രകടിപ്പിക്കുന്നവനാണ്, നിങ്ങൾക്ക് യഥാർത്ഥ മാർഗം കാണിച്ചു തരുന്നതാണ്, നിങ്ങളുടെ പാപങ്ങൾ കുറയുന്നതാണ്, ഇത് നിങ്ങളുടെ ദുആകൾ അല്ലാഹു സ്വീകരിക്കുന്നത്, അർശിൽ അല്ലാഹു സ്വീകരിക്കുന്നതാണ്. അപകടങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, വിപത്തുകൾ നേരിടേണ്ടി വരും. എന്നാൽ അള്ളാഹു നിങ്ങളുടെ ദീനും ദുനിയാവും ശരിയാക്കി തരുന്നതാണ്. എന്നോടൊപ്പം നിങ്ങൾ നിന്നാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്കെല്ലാം ശരിയാകുകയുള്ളൂ. അള്ളാഹുവിൻ്റെ സാമീപ്യം കരസ്ഥമാക്കുന്ന മാർഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്. ലോകവും പരലോകവും നിങ്ങൾക്ക് രക്ഷയിലായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ആരുടെ കൈയിടണ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം ഏതൊരു ആ വ്യക്തിയുടെ കയ്യിൽ നമ്മൾ നിൽക്കുമ്പോൾ അവരൊരിക്കലും തന്നെ പരാജയപ്പെടുകയില്ല. ഹദ്റത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, മസീഹ് അലൈഹി സ്വലാം മുതൽ ഈ അനുഗ്രഹങ്ങൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആത്മീയമായ മരണം ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ അവസ്ഥ എന്താണ്? ലോകത്ത് ഭൗതികതയിൽ മുഴുകിയിരിക്കുകയാണ്. ആത്മീയതയുടെ നാമം പോലും ഇവിടെയും കാണാനില്ല. ലോകം ദീനിനെ പരിഹസിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് ഓരോ അഹമ്മദിയുടെയും കടമ എന്നുള്ളത്, അവർ ബാധ്യത്തിൻ്റെ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ പൂർത്തിയാക്കാൻ വേണ്ടി തങ്ങളുടെ എല്ലാ കഴിവുകളും തന്നെ പ്രയോഗവൽക്കരിക്കേണ്ടതാണ്. നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ കർമ്മങ്ങളെ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിനും അധ്യാപനമനുസരിച്ച് അള്ളാഹുവിൻ്റെ അധ്യാപനമനുസരിച്ച് മുന്നോട്ട് പോകുന്നവരും ആയി തീർക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നവരായി നമ്മൾ മാറേണ്ടതാണ്. അങ്ങനെയായി കഴിഞ്ഞാൽ തീർച്ചയായും നമ്മൾ ആ ബയ്യത്തിൽ നിന്നും ഫലമെടുക്കുന്നവരായി മാറുന്നതാണ്. നാം ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൈകളിൽ ബയ്യത്ത് ചെയ്തിരിക്കുന്ന പ്രതിജ്ഞ നിറവേറ്റുന്നവരെ നമ്മൾ മാറുന്നതാണ്. അതിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നവരായി നമ്മൾ മാറുന്നതാണ്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം യോജിക്കുമ്പോൾ ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ കരസ്ഥമാക്കുന്നവരായി നമ്മൾ മാറുന്നതാണ്. അള്ളാഹു അദ്ദേഹത്തിന് കൽപ്പന നൽകിയപ്പോൾ, എൻ്റെ ബയ്യത്തിലേക്ക് വരണമെന്ന് അള്ളാഹു കൽപ്പന നൽകിയപ്പോൾ, അപ്പോഴാണ് നിങ്ങൾക്ക് മോക്ഷം ലഭിക്കുക എന്ന് പറഞ്ഞപ്പോൾ 1889 ആദ്യത്തെ ബയ്യത്ത് വാങ്ങി. അതിൽ പ്രത്യേക ശ്രദ്ധ ചെലുത്തിയത്, നിങ്ങൾ പ്രതിജ്ഞ ചെയ്യുക, എപ്പോഴും ദുനിയാവിനേക്കാൾ നിങ്ങൾ മുന്തിക്കുന്നതാണ്. അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലിനോടും നിങ്ങൾക്ക് കൂടുതലായിരിക്കും സ്നേഹമുണ്ടാകുന്നതാണ്. എന്നോടും നിങ്ങൾക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു കൂറ് പുലർത്തുന്ന ഒരു പ്രതിജ്ഞകൾ ചെയ്യുക. അപ്പോഴാണ് നിങ്ങൾക്ക് ഈ വഞ്ചിയിൽ സഞ്ചരിക്കാൻ സാധിക്കുക. ആ എല്ലാ കൊടുങ്കാറ്റുകളിൽ നിന്നും പ്രേളത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കുന്നതാണ്. ദൈവ സമീപം കരസ്ഥമാക്കി തരുന്നതായിരിക്കും. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം വ്യക്തമായി പറയുകയുണ്ടായി, ഞാൻ അള്ളാഹുവിൽ നിന്നും ഒരു നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്, അതുകൊണ്ട് എന്നെ ബയ്യത്ത് നിങ്ങൾ ചെയ്യുക. ഈ ഒരു വാദം എന്നുള്ളത് മനുഷ്യന് ചെയ്യാൻ സാധിക്കാത്തതായിരുന്നു. കാരണം അങ്ങനെയുള്ള വ്യക്തികൾ ആരും തന്നെ ഉണ്ടായിട്ടുമില്ല. ഈ വാദം ഉന്നയിക്കുന്ന വ്യക്തികൾ, അതായത് ഇത്രയും വാദം ഉന്നയിച്ച് ഇത്രയും കാലം ജീവിക്കുകയും ഇങ്ങനൊരു ജമാഅത്ത് ഉണ്ടാക്കുകയും ചെയ്തതും. ഇന്ന് നമ്മൾ നോക്കുക, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജമാഅത്ത് പുരോഗതിയിൽ നിന്ന് പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 215 ജമാഅത്ത് വ്യാപിച്ചിരിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ നാടുകളിലും അഹമ്മദികളുണ്ട്. ഇത് അള്ളാഹുവിൻ്റെ പ്രത്യേകമായിരിക്കുന്ന സഹായമാണ്. ഇതുകൊണ്ടാണ് നമുക്കെല്ലാം തന്നെ കാണാൻ സാധിക്കുന്നത്. ഇതിനെതിരിൽ എത്രയോ കള്ളവാദികളുണ്ടായിരുന്നു. അവരല്ലാഹു പിടിച്ചു, എന്നിട്ട് നശിപ്പിച്ച് നാമാവശേഷമാക്കി. അവരെ എതിർക്കാൻ വേണ്ടി വന്നവർ അവരെയും നശിപ്പിക്കുകയുണ്ടായി.
ഏതെങ്കിലും ഭരണകൂടം താൽക്കാലികമായ വിജയം ലഭിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിന് സഹായം അവരോടൊപ്പമുണ്ട് എന്നുള്ളതല്ല. കാരണം അവർക്കെതിരിൽ അവരിൽ നിന്നുള്ള ആളുകൾ തന്നെ വരുന്നുണ്ട്. കുറച്ച് വർഷം കഴിയുമ്പോൾ അവർ വലിയ ആളുകളായി വാദമുന്നയിച്ചവർ പിന്നീട് നശിച്ച് നാമാവശേഷമാക്കുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജമാഅത്ത് അത് പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പല ഭരണകൂടങ്ങളാൽ നിയമം മുഖേന അവർ അടിച്ചമർത്തിയിട്ടുണ്ടെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ജമാഅത്തിന് വിജയം നൽകുകയുണ്ടായി. ഒരു സ്ഥലത്ത് തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മറുഭാഗത്ത് നമുക്ക് മൈതാനങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ എങ്ങനെയാണോ തടസ്സങ്ങൾ എവിടെയെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടോ അവിടെയും ജമാഅത്തിനെ അവർക്ക് നശിപ്പിക്കാൻ കഴിയില്ല. മനുഷ്യരുടെ ഈമാനെയും നശിപ്പിക്കാൻ കഴിയില്ല. ഈമാനിൽ അവർ ഒടിയുറച്ചു നിൽക്കുന്ന അഹമ്മദികൾ അവിടെയുള്ളവരും ഇന്നും പാകിസ്ഥാനിൽ നിന്ന് കത്തുകൾ വന്നുകൊണ്ടിരിക്കുന്നു. മറ്റു എതിർപ്പുള്ള മറ്റു സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് കത്ത് വന്നിരിക്കുന്നു. ഞങ്ങളുടെ ഈ വിശ്വാസത്തെ ആർക്കും തന്നെ ചഞ്ചലമാക്കാൻ സാധിക്കില്ല. ചഞ്ചലമായി അവർ നിൽക്കുകയാണ്. അവർ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരാണ്. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു, ഈ ജമാഅത്ത് സ്ഥാപിക്കാൻ വേണ്ടി ഇൽഹാമുകളെല്ലാം ഉണ്ടായപ്പോൾ എനിക്ക് ഉള്ള ചിന്ത ഉണ്ടായിരുന്നത് എല്ലാ മാമൂറികൾക്കും സൈവികമായിരിക്കുന്ന സുന്നത്തനുസരിച്ച് കൊണ്ട് ഒരു ജമാഅത്ത് വേണ്ടതാണല്ലോ. അപ്പോൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി സഹായികളില്ലാതെ പ്രവാചകന് പ്രവർത്തിക്കാറില്ല, ചെയ്യാൻ സാധ്യമല്ല. പ്രവാചകന്മാർക്ക് ജമാഅത്തുകൾ ഉണ്ടാക്കും, അവരുടെ സഹായികളും ഉണ്ടായിത്തീരുന്നതാണ്. ധനവും ആവശ്യമാണ്. അങ്ങനെ മതപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കാൻ വേണ്ടി ധനവും വേണം. ചിലവുകൾ ഉണ്ടായിരിക്കും. സുന്നത്തുള്ളയുടെ അടിസ്ഥാനത്തിൽ ശത്രുക്കളും ഉണ്ടാകും. ശത്രുക്കളും ഇതിനെതിരിൽ വരുന്നതാണ്. കാരണം പ്രവാചകന്മാർക്ക് എപ്പോഴും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് അവർക്ക് വിജയം ഉണ്ടാവുകയും ചെയ്യുന്നു പ്രവാചകന്മാർക്കും. അങ്ങനെ ആകശറകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി അവരുടെ പ്രവർത്തനത്തിൽ ചില സ്വാധീനങ്ങളും ഉണ്ടായിത്തീരും. സത്യത്തിൻ്റെ സ്വാധീനം ചെലുക്കുന്നതിന് വേണ്ടി ദൈവത്തെ തബ്ലീഗിൽ പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കേണ്ടതാണ്. അങ്ങനെ അതിൽ വിജയം കൈവരിക്കാൻ വേണ്ടി അങ്ങനെ ഇലാഹി ജമാഅത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമായിരിക്കുന്നത് ഇന്ന് അഹമ്മദിയ ജമാഅത്തിൽ വളരെ മറ്റെവിടെയും നമുക്ക് കാണാൻ സാധ്യമല്ല. അല്ലാഹു മസീഹ് അലൈഹി സ്വലാം പറയുകയുണ്ടായി, ഞാൻ ദൈവനിയോഗിതനാണ്, ജമാഅത്ത് വേണം. എനിക്കൊരു ജമാഅത്തും ഇല്ലല്ലോ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഞാൻ ഒറ്റക്കാണല്ലോ ഉള്ളത്. അള്ളാഹു പിന്നീട് അദ്ദേഹത്തിന് ജമാഅത്ത് നൽകുകയുണ്ടായി. മുഖ്ലിസീങ്ങളായ ഒരു ജമാഅത്തിനെ അള്ളാഹു നൽകുകയുണ്ടായി. അവർ ത്യാഗങ്ങൾ ചെയ്തു, കുർബാനകൾ ചെയ്തു, ഉന്നതമായ സ്ഥാനങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി. ജീവൻ പോലും ബലിയർപ്പിക്കാൻ തയ്യാറായി. ഇന്നും ജീവൻ സമർപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ദീനിനെ ദുനിയാവിനെ മുന്തിക്കുന്ന ആളുകൾ അവരോട് इस्लाम अहमदियत हजरत मोहम्मद मुस्तफ़ा गुलाम अहमद की जमात अहमदिया आलमगीर जस्मियाने राह मौला शहीदाने अहमदिया नारे तकबीर. ഇന്ന് വരെ അവരുടെ ജീവൻ സമർപ്പിച്ചു കൊണ്ടിരിക്കുന്നു. ദീനിനെ ദുനിയാവിനേക്കാൾ മുന്തിക്കുന്നതിന് വേണ്ടി തൻ്റെ ജീവൻ നൽകുകയുണ്ടായി. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മിഷനെ പൂർത്തീകരിക്കാൻ വേണ്ടി തൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുകയുണ്ടായി. നമ്മൾ ഏതൊരു പ്രതിജ്ഞയാണ് നിറവേറ്റാൻ വേണ്ടി പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ജീവിത അവസാനം വരെ ഞങ്ങൾ നിലനിർത്തുന്നതാണ്. ജീവന അവസാനം വരെ ദീന ദുനിയാവിനൊക്കെ മുന്തിക്കുന്നതാണ്. പാകിസ്ഥാനിലും ആഫ്രിക്കയിലും മറ്റു നാടുകളിൽ ഇതിൻ്റെ ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ലോകത്ത് നമ്മൾ കാണുന്നു അഹമ്മദികൾ ഷഹീദാക്കപ്പെടുന്ന സ്ഥലങ്ങളിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ജമാഅത്തിനെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടുത്തപ്പെടുന്നു, ജമാഅത്ത് വ്യാപിക്കുന്നു. ഇതേപോലെ ഈ ദൈവിക പ്രസ്ഥാനങ്ങൾക്കുള്ളൊരടയാളം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രത്യേക സഹായികൾ ഉണ്ടായിത്തീരുന്നു, അവർ ധനത്യാഗം ചെയ്യുന്ന ആളുകൾ ഉണ്ടായിത്തീരുന്നു. ഇന്ന് ലോകത്ത് അഹമ്മദി ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ആ ദാസത്തെ അംഗീകരിക്കുന്നവർ മാത്രമാണ് ഇത്രയും വലിയ ത്യാഗങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും തന്നെ റിപ്പോർട്ടുകൾ ഞാൻ ഇതിൻ്റേതായിരിക്കുന്ന ത്യാഗങ്ങളെ സംബന്ധിച്ച് പറയാറുണ്ട്. എങ്ങനെയാണ് ജനങ്ങളിൽ ഈ ഒരു ആത്മാവ് നിലനിൽക്കുന്നത്? ദീനിന് വേണ്ടി നമുക്ക് ത്യാഗങ്ങൾ ചെയ്യണം എന്നുള്ള ആവേശം അവർക്കെയുണ്ട്. ആഫ്രിക്കയിൽ നോക്കുക, ഇന്ത്യയിൽ നോക്കുക, യൂറോപ്പിൽ നോക്കുക, റഷ്യയിൽ നോക്കുക, അറബ് മാർക്കുകൾ നോക്കുക, എല്ലായിടത്തും തന്നെ ധനത്യാഗത്തിൻ്റെ ത്യാഗങ്ങൾ നമ്മൾ കാണാൻ സാധിക്കും. ഇന്ത്യയിൽ നിന്നൊരു റിപ്പോർട്ട്
ഞാൻ നോക്കുകയായിരുന്നു. ഒരാൾ എഴുതുകയുണ്ടായി, ഞാൻ 2014 ബയ്യത്ത് ചെയ്തത്, അഹമ്മദിയ ജമാഅത്തിൽ പ്രവേശിക്കാൻ തൗഫീക്ക് ലഭിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ചന്ത വഖഫ് ജദീദിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചോദിക്കുകയുണ്ടായി. 4000 കൊടുക്കുമെന്ന് അദ്ദേഹം എഴുതി. അങ്ങനെ ഞാൻ 4000 കൊടുക്കുകയുണ്ടായി. എൻ്റെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് അല്ലാഹു തആല മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനോട് വാഗ്ദാനം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിത്തീരുന്നതാണ്, ജമാഅത്ത് ഉണ്ടായിത്തീരുന്നതിനെ സഹായിക്കുന്ന, അപ്പോൾ ഞാനും അവരെ സഹായിക്കുന്നതാണ് എന്ന് അള്ളാഹു പറഞ്ഞിരുന്നു. അങ്ങനെ അള്ളാഹു അദ്ദേഹത്തിൻ്റെ ധനത്തിൽ വളരെയധികം ബർക്കത്തിടുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ആ 4000 നൽകുന്ന വ്യക്തി ഇന്ന് 5 ലക്ഷമാണ് ചന്ത നൽകുന്നത്. മറ്റു നാടുകളിലെ അവസ്ഥ ഇത് തന്നെയാണ്. ജോർജിയയിൽ ഒരു വ്യക്തി ഫലസ്തീനിയാണ്, മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. അപ്പോൾ ഈ സംഭവം എഴുതുമ്പോൾ അദ്ദേഹം സ്റ്റുഡൻ്റായിരുന്നു. എനിക്കെപ്പോൾ എന്നുള്ള ചിന്ത വരുന്നത്, എൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ. ചിലപ്പോൾ അങ്ങനെയുള്ള അവസ്ഥ വരാറുണ്ട്. ഞാൻ എങ്ങനെ എൻ്റെ ചന്ത നൽകും എന്നുള്ള ചിന്തയാണ് എനിക്കുണ്ടായിരുന്നത്. എന്നാൽ അല്ലാഹു തആല അങ്ങനെയുള്ള അവസരങ്ങളിലും വളരെയധികം ബർക്കത്തുകൾ ഇടുമായിരുന്നു. ഞാൻ അത്ഭുതപ്പെട്ടു പോകാറുണ്ട്. ഒരവസരത്തിൽ പൈസയുടെ ആവശ്യം എനിക്കുണ്ടായിരുന്നു, ചന്ത നൽകേണ്ടിയുണ്ടായിരുന്നു. അപ്പോൾ ഗവൺമെൻറ്റിൽ നിന്നും $1000 എനിക്ക് നൽകുകയുണ്ടായിരുന്നു. എനിക്കൊരിക്കലും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ആ ഒരു ജനത്യാഗം ചെയ്തതിന് ഫലമായിട്ടാണ് ഞാൻ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജമാഅത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് അള്ളാഹു എനിക്ക് ധനത്തിൽ വർധനമുണ്ടായിരുന്നത്. ഇന്തോനേഷ്യ, ആഫ്രിക്ക, മറ്റു പല രാജ്യങ്ങളിലും അങ്ങനെയുള്ള ആളുകളുണ്ട്. അവർ ധനത്യാഗത്തിൽ വളരെയധികം മുന്നിട്ട് നിൽക്കുന്നവരാണ്. ദീനിനെ ദുനിയാവിനേക്കാൾ ബന്ധിക്കുന്നവരാണ്. അതുപോലെ ധനം അതിൽ മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മിഷനെ പൂർത്തീകരിക്കാൻ വേണ്ടി, പ്രവർത്തനം പൂർത്തീകരിക്കാൻ വേണ്ടി അവർ നൽകുന്നു. അങ്ങനെ ഇസ്ലാമിൻ്റെ തബ്ലീഗ്, ഇസ്ലാമിൻ്റെ പ്രചരണ പൂർത്തീകരണം, അത് പൂർത്തീകരിക്കാൻ വേണ്ടിയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ പിന്നീട് അള്ളാഹു അവർക്ക് ഇഷ്ടംപോലെ നൽകുകയും ചെയ്യുന്നു. പലപ്പോഴും തന്നെ വിവരിക്കാറുള്ളത്, പലരും എഴുതാറുണ്ട്, ജനത്യാഗം ചെയ്യുമ്പോൾ അള്ളാഹു തആല ചിലർ എഴുതാറുണ്ട്, അള്ളാഹു അനന്തമായ, അതായത് ഞങ്ങൾക്ക് അപ്രതീക്ഷിതമായ രീതിയിൽ നമുക്ക് ജനം അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമുക്ക് വലിയ വിശാലത കൈവരുന്നു. വീണ്ടും ഞങ്ങൾക്ക് പുതിയ ആവേശത്തോടു കൂടി ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രവർത്തനത്തെ പൂർത്തീകരിക്കാൻ വേണ്ടി ജനത്യാഗം ചെയ്യാൻ ഞങ്ങൾ മുന്നോട്ട് വരുന്നു. അള്ളാഹു തആല മസീഹിനെ അയച്ചപ്പോൾ അദ്ദേഹത്തോട് വാഗ്ദാനം നൽകിയപ്പോൾ നിങ്ങൾ ആ ചിന്തകളെ അകറ്റിക്കൊണ്ട് പൂർത്തീകരിക്കുക. അത് ഈ പ്രവർത്തനത്തിന് ധനം വേണമല്ലോ. ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിൻ്റെ ഉന്നമനം കരസ്ഥമാക്കുന്നതിന് വേണ്ടി, പ്രവർത്തനത്തിന് വേണ്ടി ധനം വേണമല്ലോ എന്നുള്ള ചിന്തയും അള്ളാഹു ദൂരീകരിക്കേണ്ടത്. അങ്ങനെ ആ ധനം അള്ളാഹു മസീഹ് അലൈഹി സ്വലാത്തു നൽകുകയുണ്ട്. നിങ്ങൾ ഇന്നിവിടെ ഇരിക്കുന്നു, നോക്കൂ, ഇന്ന് 40 വർഷം മുമ്പ്, 50 വർഷം മുമ്പ്, 10-15 വർഷം മുമ്പ് നിങ്ങൾ ചിന്തിച്ചോ? നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നോ ജർമ്മനിൽ ഇത്രയും വിശാലമായ ഒരു സംഘം നിങ്ങൾ കൂടാൻ സാധിക്കുമെന്ന്? നിങ്ങളുടെ ജൽസയുടെ ഈ പ്രവർത്തനത്തിൽ തന്നെ മില്യക്കണക്കിന് യൂറോകളാണ് ചിലവാക്കുന്നത് നിങ്ങൾ. എന്നാൽ അള്ളാഹു അതിനുള്ള വഴികൾ നിങ്ങൾക്ക് ഒരുക്കി നൽകിയിരിക്കുന്നത്. ധനത്യാഗം ചെയ്യുന്ന ആളുകൾ അള്ളാഹു നൽകി മില്യൺ യൂറോകൾ അവർ നൽകുന്നു. ഇത് മുഖേന തബ്ലീഗ് ഇസ്ലാമിൻ്റെ പ്രവർത്തനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു. എത്ര മുസ്ലിങ്ങൾ ഇസ്ലാമിനെ ആക്ഷേപിക്കുന്ന ആളുകളും വരാറുണ്ട്. അവർ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെയാണ് വളരെ ആത്മാർത്ഥതയോടുകൂടി ആത്മീയമായ അറിവ് കരസ്ഥമാക്കി നിങ്ങളുടെ ആത്മീയമായ ദാഹം അകറ്റുന്നതിന് വേണ്ടി സ്വയം ത്യാഗം ചെയ്ത് ഒരു കാടിനെ വീടാക്കി നിങ്ങൾ മാറ്റുന്നു. അതായത് ജർമ്മനിയിലും ഇപ്പോൾ പുറത്താണ് ജൽസ സംഘടിപ്പിക്കുന്നത്. താൽക്കാലികമായ ഒരു സംവിധാനമാണ് അവർ ഒരുക്കിയിരിക്കുന്നത്. അവിടെ ഒരു കാടിനെ വീടാക്കി മാറ്റിയിരിക്കുകയാണ് ഇവർ. അപ്പോൾ അവർക്ക് അത്ഭുതമായി തോന്നാറുണ്ട്, എന്താണ് ഇത് ഇങ്ങനെ നിങ്ങൾ ചെയ്യാനുള്ള കാരണം എന്നും. അങ്ങനെ അവർക്കും അള്ളാഹു വലിയ ഒരു ദൃഢവിശ്വാസം ഉണ്ടായിത്തീരുന്നു. അപ്പോൾ ഈ മാർഗങ്ങൾ അള്ളാഹു തആല തൻ്റെ ഒരു വരിഷ്ഠദാസനെ അയച്ചപ്പോൾ അതിനുള്ള മാർഗങ്ങളും അള്ളാഹു നൽകുകയുണ്ടായി. ഇന്ന് നമ്മൾ കാണുന്ന മറ്റൊരു കാര്യം, MTA മുഖേന നിങ്ങൾ നോക്കുക, ലോകത്തിൻ്റെ കോണുകളിൽ തബ്ലീഗ് ഇസ്ലാമിൻ്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. $1 മില്യൺ പൗണ്ടുമാണ് അതിനു വേണ്ടി ചിലവഴിക്കപ്പെടുന്നത്. വിവിധ നാടുകളിൽ, ആഫ്രിക്കയിൽ, ഇന്തോനേഷ്യയിൽ, അമേരിക്കയിൽ, യൂറോപ്പിൽ നമ്മുടെ MTA സ്റ്റുഡിയോകളുണ്ട്. ഇത് മുഖേന പ്രോഗ്രാമുകൾ ഉണ്ടാക്കിക്കൊണ്ട് ലോകം മുഴുവൻ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. തബ്ലീഗ് ഇസ്ലാം
ഇസ്ലാമിൻ്റെ തബ്ലീഗ്, അഹമ്മദിയത്തിൻ്റെ തബ്ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ഇഷ്ടപ്രകാരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യകാര്യങ്ങളൊക്കെ ഇതൊന്നും ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ വാഗ്ദാനമായിരുന്നു, ഞാൻ നിയമിക്കുന്നു എന്ന് മസീബിനോട് പറഞ്ഞു. എന്നിട്ട് കൂടെ തന്നെ വാഗ്ദാനം നൽകും, ഞാൻ നിൻ്റെ സന്ദേശത്തെ ലോകത്തിൻ്റെ കോണുകളെ എത്തിക്കുമെന്നുള്ളത്. അള്ളാഹു ഈ വാഗ്ദാനം പൂർത്തിയാക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് അത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. മസീബ് പറയുകയുണ്ടായി, ദൈവിക പ്രസ്ഥാനത്തിനും ശത്രുക്കളും ഉണ്ടായിത്തീരുന്നതാണ് എന്ന് മസീബ് പറയുകയുണ്ടായി. इस्लाम अहमदिया, खिलाफत अहमदिया, गुलाम अहमद की, गुलाम अहमद की, जमात अहमदिया आलमगीर, जमात अहमदिया जर्मनी, जलसा सालाना जर्मनी, MTA, MTA, नारे तकबीर. മസീബ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, ദൈവിക പ്രസ്ഥാനത്തിന് എതിർപ്പുകളും ശത്രുക്കളും ഉണ്ടായിരിക്കുന്നതും ഇതും സത്യത്തിനുള്ള അടയാളമാണ്. ദൈവിക പ്രസ്ഥാനത്തിന് സത്യത്തിനുള്ള തെളിവുമാണ് ശത്രുക്കൾ ഉണ്ടാകുക എന്നുള്ളത്. ഇത് നോക്കുക, ഒരു ജമാഅത്ത് എന്നുള്ള നിലയിൽ ഏതെങ്കിലും ശക്തമായ എതിർപ്പ് നേരിടുന്നുണ്ടെങ്കിൽ അത് അഹമ്മദിയ ജമാഅത്തിനെയാണ് എതിർത്തുകൊണ്ടിരിക്കുന്നത്. പരസ്പരം ഇവർ തമ്മിലടിക്കുന്നുണ്ടാകും. കാഫിരീങ്ങളുടെ അടയാളമായിട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നതാണല്ലോ, കുലൂബുഹും ശത്ത, അവരുടെ ഹൃദയം പൊട്ടിയിരിക്കും. എന്നാൽ അഹമ്മദിയത്തിൻ്റെ കാര്യം വരുമ്പോൾ ഇവരെല്ലാം ഒന്നായി ചേരുന്നു, എന്നിട്ട് നമുക്കെതിരിൽ വരുന്നു. ഇന്ന് നമുക്ക് അഹമ്മദിയ ജമാഅത്തിൻ്റെ എതിരാളികളിലാണ് ഇന്ന് കാണാൻ സാധിക്കുന്നത്. അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കാണാൻ സാധിക്കുന്നു. അത്ഭുതകരമായ രീതിയിലാണ് അള്ളാഹു നമ്മളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. പറയുന്നു, മസീബ് പറയുകയുണ്ടായി, ശത്രുക്കൾ വേണ്ടതാണ് തന്നെയാണ്. ഈ ശത്രുത ഇന്നും ഉണ്ട്. ഈ ശത്രുക്കൾ മുഖേനയാണ് അഹമ്മദീയത്തിന് അള്ളാഹു വിജയം നൽകിക്കൊണ്ടിരിക്കുന്നത്. ശത്രുക്കൾ മനസ്സിലാക്കുന്നത് അഹമ്മദീയത്തിനെ എതിർത്തുകൊണ്ട് ഇവരുടെ എല്ലാം നശിപ്പിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പാകിസ്ഥാനിൽ അവിടെ വ്യക്തമായി നമുക്ക് തബ്ലീഗ് ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് ലോകത്ത് മറ്റു സ്ഥലങ്ങളിൽ തബ്ലീഗ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പാകിസ്ഥാനി മുല്ലാക്കളുടെ ഈ പ്രവർത്തനത്തെ കാരണമായി ലോകത്ത് മുഴുവനും അഹമ്മദീയത്തെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ ചെറിയ സ്ഥലങ്ങളിൽ തൻ്റെ കുതിരത്തിൻ്റെ ശക്തി പ്രഭാവം അള്ളാഹു പ്രകടമാക്കിക്കൊണ്ടിരിക്കുന്നു. ശത്രുതയുടെ അവസ്ഥ നോക്കുക, എങ്ങനെയാണ് ഇതിൻ്റെ അടയാളം കാണിക്കുന്നത്. തൻസാനിയ റീജണിൽ ഒരു ഉദാഹരണം പറയുന്നു. നമ്മൾ പള്ളിയിൽ ഒരാൾ വന്നു, ഗീനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, സുന്നി മുസ്ലിമായിരുന്നു അദ്ദേഹം, അഹമ്മദി ആയിരുന്നില്ല. പറഞ്ഞു, നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് അകന്നവരാണ് എന്ന് പറഞ്ഞു. അങ്ങനെ എതിർക്കാൻ തുടങ്ങി. നിങ്ങളെല്ലാവരും അഹമ്മദി ആയിക്കൊണ്ട് ഇസ്ലാമിൽ നിന്നും നിങ്ങൾ പോയതുകൊണ്ട് ഇസ്ലാമിലേക്ക് തിരിച്ചു വരിക എന്ന് പറഞ്ഞു. അങ്ങനെ പള്ളിയിൽ വന്ന് ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. ഫിത്നക്കാൾ കുറേ ആൾക്കാർ എല്ലാവരും ഒരുമിച്ച് കൂടി. അങ്ങനെ മൗലവി സാഹിബ് അവർക്ക് ജമാഅത്തിൻ്റെ അധ്യാപനത്തെ സംബന്ധിച്ച് പറഞ്ഞു കൊടുത്ത്, ഇസ്ലാമിനെക്കുറിച്ച് നിങ്ങളെന്താണ് വിശ്വാസം? ഞങ്ങൾ അപ്പോൾ പറഞ്ഞ്, ഈസാനെ മരിച്ചുപോയി, വരാനിരിക്കുന്ന മസീഹ് വന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി തിരുമേനിയുടെ ഉമ്മത്തിൽ ഒരു ഉമ്മത്തി നബി വരാം എന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം റസൂൽ തിരുമേനിയുടെ ഉമ്മത്തിൽ വന്നിരിക്കുന്ന ഉമ്മത്തി നബിയാണ്. അദ്ദേഹം നബിയേ അല്ല, ശരീഅത്തുള്ള നബിയേ അല്ല. അദ്ദേഹം പറയുന്നതൊക്കെ തന്നെ റസൂൽ തിരുമേനിയുടെ അനുഗ്രഹത്തിലാണ് ഞാൻ എല്ലാം സംഭവിച്ചത് എന്നുള്ളതാണ്. ആ റസൂൽ തിരുമേനിയുടെ സ്നേഹത്തിലാണ് ഇതെല്ലാം കരസ്ഥമാക്കിയത്. അപ്പോൾ ആ സുന്നി ഷെയ്ഖ് വളരെ ഒച്ചപ്പാടുണ്ടാക്കിയ ആളായിരുന്നു. അദ്ദേഹം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുകയുണ്ടായി. അപ്പോൾ മൗലവി സാഹിബ് അദ്ദേഹത്തെ ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരു തെളിവും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഓടുകയുണ്ടായി. അപ്പോൾ പറയുകയുണ്ടായി, അങ്ങനെ അദ്ദേഹത്തോട് അദ്ദേഹം പറയുകയുണ്ടായി, ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് കുറച്ച് പൈസ കൊടുക്കേണ്ടി വരും, അതുകൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറല്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ മൗലവി സാഹിബ് പറഞ്ഞു, പൈസ ഞാൻ തരാം, നിങ്ങൾ സംഘടനയ്ക്ക് നിങ്ങൾ കൊടുത്തോ. നിങ്ങൾ പിന്നീട് അദ്ദേഹം എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു, എങ്ങനെ ഓടിപ്പോകാൻ ശ്രമിക്കുകയുണ്ടായി. അങ്ങനെ പിന്നീട് മറ്റുള്ളവർക്ക് അനാമതി മുസ്ലിങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് അറിയാൻ സാധിച്ചപ്പോൾ അവർ പറയുകയുണ്ടായി, അഹമ്മദി മൗലവി പറയുന്ന ഈ അടിവുകൾ ഈ അടയാളങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്ന ഈസാ നബി മരിച്ചു എന്നാണല്ലോ. അത് അദ്ദേഹം പറയുന്നതൊക്കെ ശരിയല്ലേ? ഈസാ നബി മരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് അദ്ദേഹം എങ്ങനെയാണ് നമ്മളെ സഹായിക്കാൻ വരിക? അദ്ദേഹം വന്നുകൊണ്ട് ഇസ്ലാമിനെ വീണ്ടും
പുനരുജ്ജീവിപ്പിക്കും എന്നൊക്കെയല്ലേ നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ അഹമ്മദികളെ കൂടെയാണ്. അവരാണ് വ്യക്തമായ തെളിവ് പറയുന്നത്. ഒരാൾ എല്ലാ കാലത്തും ജീവിച്ചിരിക്കാൻ സാധിക്കില്ല. ഈസാ നബി അള്ളാഹിൻ്റെ റസൂലാണ്, മരിച്ചു പോയിട്ടുണ്ട്, വിശുദ്ധ ഖുർആൻ അതാണ് പറയുന്നത്. അങ്ങനെ അവരെല്ലാവരും തന്നെ ഒച്ചത്തിൽ പറയുകയുണ്ടായി. അഹമ്മദികളെ ആരും തബ്ലീഗിൽ നിന്ന് തടയാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ ആർക്കും തന്നെ നീ വീണ്ടും മുസ്ലിമാകണം എന്നും പറയരുത്, ഇവർ ശരിക്കും മുസ്ലിങ്ങളാണ്. അങ്ങനെ പലരും തന്നെ ആ കൂടിയിരുന്ന അനാമതികളൊക്കെ തന്നെ മുസ്ലിങ്ങളാവുകയാണ്, ആ ജമാഅത്തിലേക്ക് വരികയുണ്ടായി. കാരണം ഇവർ മുസ്ലിങ്ങളായി മുസ്ലിങ്ങൾ പോലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അവരെ ആർക്കും എതിർക്കൊക്കെ ഞങ്ങൾ സമ്മതിക്കില്ല. അങ്ങനെ നമ്മളെ സംരക്ഷണത്തിന് വേണ്ടി നിൽക്കുകയുണ്ടായി. മുഷീർ സാഹിബിൻ്റെ ഒരു അഹമ്മദിയും നമ്മൾ സുന്നി മൗലവിനോട് പറയുകയുണ്ടായി, വിശുദ്ധ ഖുർആൻ്റെ ഒരു ആയത്തിൽ നിന്ന് നിങ്ങൾ തെളിയിക്കുക മസീഹ് ഈസാ നബി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതും. അങ്ങനെ ഒരു തെളിവ് നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ, ഈസാ നബി ജീവിച്ചിരിപ്പുണ്ടെന്ന് തെളിയിക്കുകയാണെങ്കിൽ, ഞാൻ എൻ്റെ രണ്ട് വീടും 2 മീലും ഷെല്ലിങ്ങും ഷെല്ലിങ് നിങ്ങൾക്ക് നൽകുന്നതാണ്. അപ്പോൾ ഏതായാലും ആ മൗലവി ഓടിപ്പോവുകയുണ്ടായി. ഞാൻ ഏതായാലും ഒരിക്കലും തന്നെ നിങ്ങൾക്ക് തെളിയാൻ സാധിക്കില്ല. അതുകൊണ്ട് ജമാഅത്ത് വളരെയധികം ശക്തമായി വിമർശിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിൽ അടിയുറച്ച് അവിടെ സ്ഥാപിക്കപ്പെടുകയും ചെയ്യുകയാണ്. അങ്ങനെ എതിർപ്പുകൾ കാരണത്താൽ ഇങ്ങനെ നമ്മുടെ ജമാഅത്ത് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. എത്രയോ ഉദാഹരണങ്ങൾ നമ്മൾ മുമ്പായി വന്നുകൊണ്ടിരിക്കുന്നു. ഈ ശത്രുത കാരണം ജമാഅത്ത് നശിക്കുകയില്ല, എന്നാൽ അള്ളാഹുവിനെതിരെതിരിൽ പകരമായിക്കൊണ്ട് മസീഹ് ജമാഅത്തിൽ അങ്ങനെയുള്ള സുൽത്താനെ നസീറിനെ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതമാണ്. ദൂരദേശങ്ങളിൽ നിന്നും ഇവിടെ യഥാർത്ഥ രീതിയിൽ ലിറ്ററേച്ചർ പോലും എത്താത്ത സ്ഥലങ്ങൾ, ഉറുദു വായിക്കാനറിയാത്ത ആളുകൾ, അവർ വായിച്ചത് മനസ്സിലാക്കിയതനുസരിച്ച് അതനുസരിച്ച് കൊണ്ട് അവർ വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശത്രുക്കളെ വായടച്ചുകൊണ്ടിരിക്കുകയാണ്. ശത്രുക്കൾ നിർബന്ധിതരാണ്, നമ്മുടെ മുമ്പിൽ അവർക്ക് നിൽക്കാൻ കഴിയില്ല. ഇനി ഏതെല്ലാം നാടുകളിലാണോ ജമാഅത്തുള്ളത് അവിടെ അഹമ്മദികൾ ഹസ്രത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അധ്യാപനങ്ങളനുസരിച്ച് കൊണ്ട് വ്യക്തമായിരിക്കുന്ന തെളിവുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശത്രുക്കൾ അതിനെ നേരിടാൻ അവർക്ക് സാധ്യമല്ല. ആ തെളിവുകൾക്ക് നാമധാരികളമുല്ലാവർഗം അവർക്ക് ധൈര്യം തന്നെ ഇല്ല അതിനെ നേരിടാനും, അതിന് വ്യക്തമായ തെളിവ് നൽകാനും അവർക്ക് സാധിക്കില്ല. അവർക്ക് ധൈര്യമുണ്ടായിരുന്നുവെങ്കിൽ, അവർക്ക് സത്യവാന്മാരെ അവർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സഹായം തേടേണ്ട ആവശ്യം എന്താണ്? ജനങ്ങളെയും മുസ്ലിമും അമുസ്ലിമുമായിട്ട് അവർ വേർതിരിക്കാനും അതല്ലെങ്കിൽ ചില സംഘടനകൾ സഹായം തേടിക്കൊണ്ട് ദീനി പ്രവർത്തനം തടയാൻ അവരെന്തിനാണ് സഹായം തേടേണ്ടിയിരുന്നത്? അല്ലാതെ നമ്മൾ തെളിവുകൾക്ക് അവരെ ഗണ്ണിക്കല്ലേ വേണ്ടത്? ടി വിയിൽ വന്നുകൊണ്ടും പത്രങ്ങളിൽ വന്നുകൊണ്ട് മുനാസറ ചെയ്യല്ലേ വേണ്ടിയിരുന്നത്? തെളിവുകൾ നൽകുകയല്ലേ വേണ്ടിയിരുന്നത്? ഒരു ഭാഗത്ത് മാത്രമേ ഒന്ന് നാരയെ വിളിച്ചുകൊണ്ട് ചീത്ത പറയുക എന്നുള്ളതല്ലല്ലോ വേണ്ടത്. വ്യക്തമായ മുമ്പിലിരുന്ന് ചർച്ച ചെയ്യുക. അപ്പോഴാണല്ലോ വ്യക്തമായ തെളിവുകൾക്കുള്ള മറുതെളിവാണ് നൽകേണ്ടത്. ആരാണ് സത്യവാദി എന്ന് മനസ്സിലാക്കാൻ തരിക? അഹമ്മദിയ ജമാഅത്ത്, ഇസ്ലാം, അഹമ്മദിയത്ത്, ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ, ഗുലാം അഹമ്മദ് की, गुलाम अहमद की, जमात अहमदिया आलम की, जमात अहमदिया जर्मनी, जलसा सालाना जर्मनी, नारे तकबीर। അഹമ്മദിയ ജമാഅത്ത് എവിടെയെല്ലാം ഉണ്ടോ അവിടെ പരിശ്രമിക്കുന്നത് നമ്മൾ പള്ളി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ജനങ്ങൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടി നൈജീരിയയിലൊരു സ്ഥലത്ത് ചെറിയൊരു ഭൂമി വാങ്ങി ജമാഅത്ത് അവിടെയുള്ള ഗവൺമെൻറ്റാണ് നൽകിയിരുന്നത് പള്ളി ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അവർ എതിർപ്പുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ചില അഹ്ലുസുന്നത്ത് ആളുകളും മറ്റ് ഫിർക്കകളും കൂടി ചേർന്നുകൊണ്ട് അവിടെ ഗോത്രത്തിലെ ചീഫ് ജാമിയ മസ്ജിദിലെ ജാമിയ മസ്ജിദിലെ ഇമാമും അവിടെയുള്ള ടൗൺഷിപ്പിലെ ആളുകളോട് നിങ്ങൾ എന്തിനാണ് ഭൂമി കൊടുത്തതെന്ന് ചോദിച്ചുകൊണ്ട് എതിർക്കുകയുണ്ടായി. പള്ളി ഉണ്ടാക്കാൻ നിങ്ങൾ എന്തിനാണ് കൊടുത്തത്? എന്നാൽ പിന്നെ അതിൻ്റെ സംഘാടകർ ഗവൺമെൻറ് അതിനെ ഒരു വില കൽപ്പിച്ചില്ല. എന്നാൽ പള്ളി ഉണ്ടാക്കാനുള്ള അനുവാദം വാങ്ങിയപ്പോൾ ചോദിച്ചപ്പോൾ അപ്പോൾ അവർ പറയുകയുണ്ടായി പട്ടണത്തിലുള്ള ആളുകൾ അനുവാദം നൽകുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയുള്ള എതിരാളികൾ ആദ്യം തന്നെ അവർ ഗവൺമെൻറ്റിനോട് പറഞ്ഞത് ആദ്യം ഇവിടെയുള്ള പ്രദേശത്തുള്ള ആളുകളോട് അനുവാദം വാങ്ങണമെന്നുള്ളത്. അങ്ങനെ ഇമാമും അതേപോലെ തന്നെ അവിടെയുള്ള ഈ ഗോത്ര തലവനും എതിർക്കുകയുണ്ടായി. എന്നാൽ അവിടെയുള്ള ഇമാമ് ഒപ്പിട്ടില്ല. പാകിസ്ഥാനിലെ ഗവൺമെൻറ്റും
തഹരീക്ക് ലബ്ബൈക്കിനെ പേടിച്ചുകൊണ്ട് ജമാഅത്തിൻ്റെ പല അവകാശങ്ങളും ധ്വംസിക്കുന്നു, നീതി പുലർത്തുന്നില്ല. പിന്നെ എങ്ങനെയുള്ള ആളുകൾ അവിടെയുമുണ്ട്. എന്നാൽ കുറച്ച് ആളുകൾ ഇങ്ങനെയുള്ള സ്വാധീനമുള്ള ആളുകൾ, മൗലവിമാരോ ആ സ്വാധീനം, പാകിസ്ഥാനിലെ സ്വാധീനമുള്ള ആളുകളെ പോലെ തന്നെ സ്വാധീനം ചെലുത്തുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു ചീഫ് ഒപ്പുകൊട്ടില്ല. എന്നാൽ അവിടെ ഗോത്ര തലവൻ, അദ്ദേഹം വളരെ വിശാലമായ തരത്തിലുള്ള നേതാവായിരുന്നു, അദ്ദേഹത്തിന് ഇത് ഇഷ്ടപ്പെട്ടില്ല. പള്ളി എന്നുള്ള അള്ളാൻ്റെ വീടല്ലേ, ഇത് 200ഓളം ഗോത്രങ്ങൾ അദ്ദേഹത്തിന് ഗ്രാമങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹം പറയുകയുണ്ടായി, പള്ളി ഉണ്ടാക്കാൻ അനുവാദം നൽകുക. ആ പട്ടണത്തിലെ ചീഫ് അനുവാദം നൽകിയിട്ടില്ലെങ്കിലും ഉണ്ടാക്കാൻ അനുവാദം നൽകുകയുണ്ട്. അങ്ങനെ എതിർപ്പുകളുണ്ടായിട്ടും അവസാനം അള്ളാഹുവിൻ്റെ ഫضലോടുകൂടി പള്ളി ഉണ്ടാക്കാനുള്ള തൗഫീക്ക് നൽകിക്കുകയുണ്ട്. നിത്യവും ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ജനങ്ങൾ എതിർക്കുന്നു, എന്നാൽ അള്ളാഹു തൻ്റെ സഹായം അവിടെ ഇറക്കുന്നു, എന്നിട്ട് കാണിച്ചു കൊടുക്കുന്നു എങ്ങനെയാണ് അള്ളാഹു ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരിക്കുന്ന വാഗ്ദാനങ്ങളെ എങ്ങനെ പൂർത്തീകരിക്കുന്നത് എന്നുള്ളത്. അള്ളാഹു പറയുകയുണ്ടായി, ബയ്യത്ത് വാങ്ങുമ്പോൾ നീ എൻ്റെ അവരുടെ കൈയിന് മുകളിൽ എൻ്റെ കൈയാണ് എന്ന് പറയുകയുണ്ടായി. അള്ളാഹു സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ചിലർ ബലഹീന കാരണത്താൽ പിന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ ജമാഅത്തിൽ നിന്നും പലരും തന്നെ പിന്നീട് പലരും മാപ്പിന് അപേക്ഷിക്കുന്നുണ്ട്. എന്നാൽ ബലഹീനരായിരിക്കുന്ന ആളുകൾ അവർ പിന്നോട്ട് പോകുമ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ ശക്തരായിരിക്കുന്ന വിശ്വാസികളെ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകൾ ജമാഅത്തിൽ വന്നുകൊണ്ടിരിക്കുന്നു. ഇത് അള്ളാഹുവിൻ്റെ സഹായത്തിൻ്റെ അടയാളങ്ങളാണ്. എങ്ങനെയാണ് ജനഹൃദയങ്ങളെ അള്ളാഹു മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് തിരിച്ചുകൊണ്ട് തൻ്റെ ബയ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഈ എതിരാളികൾ ജമാഅത്ത് അഹ്മദിയ ആലംഗീർ, ജമാഅത്ത് അഹ്മദിയ ആലംഗീർ, जलसा सालाना जर्मनी। ये मुखालफत करने वाले लोग, ഈ എതിരാളികൾ തീർച്ചയായും കള്ളന്മാരാണ്. അവർ സത്യവാന്മാരായിരുന്നെങ്കിൽ തെളിവുകൾ നിരത്തുമായിരുന്നു, അക്രമവും അനീതിയും കാണിക്കുമായിരുന്നില്ല. ഇവരുടെ അടിയും അക്രമവും നടത്തുന്നത് അഹമ്മദികളെ ഖബർസ്ഥാനുകളിൽ നിന്ന് നിഷേധിക്കുന്നതും കബറുകൾ പൊളിക്കുന്നതും ഇതെല്ലാം തന്നെ അവർ കള്ളന്മാരാണ് എന്ന് തെളിയിക്കുന്നു. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി പ്രവചനപ്രകാരം അള്ളാഹുവിൻ്റെ ഇംഗിതപ്രകാരം സുരയ്യയിൽ നിന്ന് ഈമാനെ കൊണ്ടുവന്ന വ്യക്തിയാണ്. ഇസ്ലാമിൻ്റെ യഥാർത്ഥ അധ്യാപനത്തെ വീണ്ടും ലോകത്ത് കൊണ്ടുവന്ന വ്യക്തിയാണ്, ലോകത്ത് പ്രചരിപ്പിക്കുന്ന വ്യക്തിയാണ്. അതിനുവേണ്ടി എല്ലാ രീതിയിലുള്ള പ്രവർത്തനം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിൻ്റെ പ്രചരണത്തിന് വേണ്ടി TV ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, പ്രിൻ്റ് മീഡിയ ഉണ്ട്, ലിറ്ററേച്ചറുകളുണ്ട്. ഈ എല്ലാ മാർഗ്ഗങ്ങളും നമ്മൾ ഉപയോഗിക്കുന്നു. അഹമ്മദിയ ജമാഅത്ത് മാത്രമാണ് ഇന്ന് ലോകത്ത് ഇസ്ലാമിൻ്റെ തബ്ലീഗ് ചെയ്യുന്ന ജമാഅത്ത്. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വാഖരീന മിൻഹും ലമ്മാ യൽഹഖു ബിഹിം എന്നുള്ള കടമ നിറവേറ്റാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എപ്പോൾ ഒരിക്കലും ഭയപ്പെടേണ്ട കാര്യമില്ല. ശത്രുക്കൾ നമ്മളോട് എന്താണ് ചെയ്യുന്നതെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല. അഹമ്മദിയ ജമാഅത്ത് അവിടെ പുരോഗതിയില്ലല്ലോ എന്ന് വിഷമിക്കേണ്ട. അഹമ്മദിയ ജമാഅത്തിൻ്റെ പുരോഗതിയും പുരോഗതിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആൾക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ചില സ്ഥലങ്ങളിൽ പുരോഗതി ഇല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിശബ്ദമായ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതും. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയുണ്ടായി, അത് നമ്മൾ ദഅവത്തിൽ സ്വാധീനമുണ്ടാക്കപ്പെടേണ്ടതുണ്ട്. അതായത് അവർക്ക് ഈ മൗലവിമാർക്ക് ഞങ്ങൾ കള്ളന്മാരാണ് എന്നവർക്ക് വ്യക്തമായിട്ട് അറിയാം. കാരണം എന്തുകൊണ്ട് അവർ വ്യക്തമായ തബ്ലീഗുമായിട്ട് വ്യക്തമായിരിക്കുന്ന മുനാസറ ചെയ്യാൻ എന്തുകൊണ്ട് അവർ അനുവാദം നൽകുന്നില്ല? സത്യന്മാരാണ് കള്ളന്മാരാണ് തിരിച്ചറിയാലോ. ഹദ്റത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ നിങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും നിങ്ങൾ ഖിലാഫത്തിൻ്റെ ബയ്യത്തിൽ നിങ്ങൾ പ്രവേശിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ലോകത്ത് ഈ സന്ദേശം എത്തിക്കുക. മസീഹ് മഹ്ദി വരാനിരിക്കുന്ന മഹ്ദി വന്നിരിക്കുന്നു. മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായി സന്ദേശം എത്തിക്കുക. ഏറ്റവും ചുരുങ്ങിയത് തുറന്ന സ്ഥലങ്ങൾ തബ്ലീഗ് ചെയ്യാൻ കഴിയാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾ ദുആ ചെയ്യാലോ. അവരുടെ ഹൃദയം അള്ളാഹു തുറക്കട്ടെ എന്നുള്ളത്. മസീഹ് അലൈഹി സ്വലാമിനെ അംഗീകരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു അവർക്ക് നൽകുമാർ. आजकल കാലത്ത്
ലോകത്ത് പ്രത്യേകിച്ച് മുസ്ലിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നോക്കുക. എന്തുമാത്രം അവസരത്തിലാണുള്ളത്. സദ്ബത്തുണ്ട്, പൈസയുണ്ട് ചില നാടുകളിൽ. മുസ്ലിങ്ങൾ ലോകത്ത് അവർ ഭൗതികതയിൽ ആണ്ടിറക്കുകയാണ്. അവർ ഈ ക്രിസ്തീയ ഭരണകൂടം അവരെ അക്രമങ്ങൾ അയച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിം രക്ഷിക്കാൻ ആരും തന്നെ ഇവർ ജിഹാദിനെ സംബന്ധിച്ച് വാദിക്കുന്നുണ്ട്. അതിനും ധൈര്യമില്ല. നമ്മളേതെല്ലാം അത് അംഗീകരിക്കുന്നില്ല. നമ്മൾ പറയുന്നത് ദുആയും നമ്മുടെ പ്രവർത്തനത്തിലൂടെയും ഇസ്ലാമിൻ്റെ മനോഹരമായ സന്ദേശം എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ വിജയിക്കുക. നമ്മുടെ പ്രവർത്തനം ശരിയാണെങ്കിൽ, അള്ളാഹുവിനെ പ്രീതി കരസ്ഥമാക്കുന്നവരാണെങ്കിൽ, അള്ളാഹു സ്വയം നമുക്ക് വേണ്ടി ആ സാമഗ്രികൾ ഒരുക്കി തരുന്നതാണ്. ഇസ്ലാം അഹമ്മദിയത്തിൻ്റെ യഥാർത്ഥ വിജയത്തിനുള്ള കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് ഇവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടതാണ്. ഇവർക്ക് എല്ലാ രീതിയിലുള്ള ദുഃഖങ്ങളിൽ നിന്നും അകറ്റാൻ വേണ്ടി ദുആ ചെയ്യുക. മുസ്ലിങ്ങൾ എപ്പോഴും തന്നെ ചിന്തിക്കുക, നമ്മൾ അള്ളാഹുവിൻ്റെ പ്രീതി കരസ്ഥമാക്കാൻ നമുക്ക് ഇങ്ങനെ സാധിക്കുമെന്നാണ് ചിന്തിക്കേണ്ടത്. മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് എല്ലാം ഉണ്ടായിരുന്നു. इस्लाम अहमदिया, इस्लाम अहमदिया, हजरत खातमुल अंबिया, हजरत मोहम्मद मुस्तफ़ा, गुलाम अहमद की खिलाफत अहमदिया, हजरत अमीर अल मोमिनीन, हजरत खलीफतुल मसीह अल खामिल, जमात अहमदिया आलमगीर, असीरान राह मौला, शहीदान अहमदिया, नारे तकबीर। ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ പ്രകാരം ഇൽഹാം ഉണ്ടായിരുന്നു. കതബല്ലാഹു ലാ അഗ്ലിബന്ന അന വറുസുലി, കതബല്ലാഹു ലാ അഗ്ലിബന്ന അന വറുസുലി. അള്ളാഹു എഴുതി വച്ചിരിക്കുകയാണ്, ഞാനും എൻ്റെ പ്രവാചകനും വിജയിക്കുന്നതാണ്. പറയുന്നു അള്ളാഹുവിൻ്റെ സുന്നത്താണ്. ലോകത്ത് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ച അന്ന് മുതൽ ഈ സുന്നത്തിനെ അവൻ നടപ്പിലാക്കിയിട്ടുണ്ട്. തൻ്റെ പ്രവാചകന്മാരെ അവൻ അള്ളാഹു സഹായിക്കുന്നു, അവർക്ക് വിജയം നൽകുകയും ചെയ്യുന്നു. ഇതുപോലെ അദ്ദേഹം അള്ളാഹു പറയുന്നു കതബല്ലാഹു ലാ അഗ്ലിബന വറസുലി. വിജയം എന്നുള്ളതിൻ്റെ അർത്ഥം ഏതുപോലെ റസൂൽമാരും പ്രവാചകന്മാരുടെ ഉദ്ദേശം എന്നുള്ളത് ഗലബ വിജയം എന്ന് പറഞ്ഞാൽ പ്രവാചകന്മാർക്കും പ്രവാചകരുടെ ഉദ്ദേശം എന്നുള്ളത് അള്ളാഹുവിൻ്റെ തെളിവ് ലോകത്ത് സ്ഥാപിക്കപ്പെടണമെന്നുള്ളതാണ്. ആർക്കും തന്നെ അതിനെ നേരിടാൻ സാധിക്കരുത്. അതായത് തെളിവുകൾ വ്യക്തമായിരിക്കണം. അതിനാർക്കും നേരിടാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇതേപോലെ അള്ളാഹു ശക്തമായിരിക്കുന്ന അടയാളങ്ങൾ മുഖേന അദ്ദേഹത്തിൻ്റെ സത്യത്തെ വെളിപ്പെടുത്തുന്നതാണ്. ഏതൊരു സത്യത്തെയാണ് അദ്ദേഹം ലോകത്ത് പ്രചരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, അതിൻ്റെ ബീജാഭാവം അദ്ദേഹത്തിൻ്റെ കൈകളാൽ നടത്തപ്പെടുന്നു. ഈ ബീജാഭാവം ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൈകളാൽ നടത്തപ്പെടുകയുണ്ടായി. 1908 ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വഫാത്തിന് ശേഷം ഖിലാഫത്തിൻ്റെ സംവിധാനം നടപ്പിൽ വന്നപ്പോൾ അള്ളാഹു വീണ്ടും ആ വിജയങ്ങളെ തടഞ്ഞിട്ടില്ല. ഓരോ ഖിലാഫത്ത് കാലത്തും അഹമ്മദിയ ജമാഅത്ത് വിജയം ലഭിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്, പുരോഗതി ലഭിച്ചുകൊണ്ടിരിക്കുന്നു. തടസ്സങ്ങൾ ഉണ്ടാക്കുന്നു, വളയാക്രമങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, നഷ്ടങ്ങളെ വരുത്തിക്കൊണ്ടിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. ഭരണകൂടങ്ങൾ നമുക്കെതിരായി വരുന്നു. എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അഹമ്മദിയ ജമാഅത്ത് പുരോഗതിയിൽ നിന്നും പുരോഗതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും വിവിധ മാർഗങ്ങളിലൂടെ യഥാർത്ഥ ഇസ്ലാമിൻ്റെ സന്ദേശം അഹമ്മദിയത്ത് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു खिलाफत अहमदिया, हजरत अमीर अल मोमिनीन, हजरत खलीफतुल मसीह अल खामिल, नारे तकबीर। ഹദരത്ത് മസീഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നു അള്ളാഹു തൻ്റെ ദാസരെ സഹായിക്കുന്നു, ശത്രുക്കൾ ഇവരെ നശിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നാൽ അവൻ ദൈനംദിനം പുരോഗതി നൽകിക്കൊണ്ടിരിക്കുന്നു, ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ട് കതബല്ലാഹു ലാ ഗലിബന്ന അന വറുസുലി. അള്ളാഹു വ്യക്തമായി എഴുതിയിരിക്കുന്നു, ഞാനും എൻ്റെ പ്രവാചകനും തീർച്ചയായും വിജയിക്കുന്നതാണ്. വീണ്ടും പറയുന്നു, ഞാൻ വളരെ ശക്തമായ ശബ്ദത്തോട് പറയുകയാണ്, ഞാൻ സത്യത്തിൽ അടിയുറച്ചു നിൽക്കുന്നു. എൻ്റെ വിജയം എനിക്ക് തന്നെയായിരിക്കും ഈ മൈതാനത്ത് വിജയം ഉണ്ടാവുക. ഞാൻ വളരെ ദീർഘദൃഷ്ടിയോടുകൂടി കാണുന്നു, ലോകം തൻ്റെ
ഒരു സത്യത്തിന് എൻ്റെ തെളിവിൻ്റെ കീഴിൽ വരുന്നതാണ്. ഞാനൊരു വലിയ വിജയം കൈവരിക്കാൻ പോകുന്നു. എൻ്റെ നാവിൻ്റെ പിന്നിൽ മറ്റൊരു നാവ് ചലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കൈകളെ സഹായിക്കാൻ വേണ്ടി മറ്റൊരു കൈ ചലിച്ചു കൊണ്ടിരിക്കുന്നു. അത് ലോകം കാണുന്നില്ല, എന്നാൽ ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ആത്മീയമായിരിക്കുന്ന ഒരു ആത്മാവാണ് എൻ്റെ ഉള്ളിൽ നിന്ന് സംസാരിക്കുന്നത്. എൻ്റെ ഒരു വാക്കിനും തന്നെ ജീവൻ നൽകിക്കൊണ്ടിരിക്കുന്നു. ആകാശത്തൊരു ആവേശമല തല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒന്നുമല്ലാത്തതിനെ അള്ളാഹു എന്നെ എഴുന്നേറ്റ് നിർത്തിയിരിക്കുന്നു. തൗബയുടെ കവാടം അടക്കപ്പെട്ടവർ അവർ കാണുന്നതാണ്. സത്യത്തെ കാണാൻ കഴിയാത്ത കണ്ണ് കാഴ്ച ഉള്ളതാണ്. ആകാശത്തുള്ള ശബ്ദം കേൾക്കാത്ത ചെവി കേൾക്കുന്ന ചെവിയാണോ? അപ്പോൾ ഞാൻ തീർച്ചയായും വിജയം കൈവരിക്കുന്നതാണ്. തീർച്ചയായും ഇൻഷാ അല്ലാഹ് ഞാൻ വിജയം കൈവരിക്കുന്നതാണ്. അവസാനം ഞാൻ തന്നെയായിരിക്കും വിജയിക്കുമെന്ന് ലോകം കാണുന്നതാണ്. ലോകത്തിൻ്റെ 126 വർഷം അഹമ്മദിയ ജമാഅത്തിൻ്റെ ചരിത്രം നമ്മളോട് പറയുന്നു. ഇത് തെളിയിക്കുന്നത് അള്ളാഹു തൻ്റെ വാഗ്ദാന പ്രകാരം വിജയങ്ങൾ തന്നെ നൽകിക്കൊണ്ടിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിജയത്തിൽ നിന്നൊരു ഭാഗമാക്കാകുന്നതിന് വേണ്ടി നമ്മുടെ കടമകൾ നമ്മൾ നിറവേറ്റേണ്ടതാണ്. അതിനുവേണ്ടി ഹദ്റത്ത് മസീഹ് മൗഊദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മുടെ വിജയം നമുക്ക് വിജയിക്കാനുള്ള ആയുധം ഇസ്തിഗ്ഫാറും തൗബയും വൈജ്ഞാനിക ദീനീയ അറിവ് കരസ്ഥമാക്കുകയും അള്ളാഹിൻ്റെ മഹത്വം മുന്നിൽ വെക്കുകയും 5 നേരം നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്യണം. നമസ്കാരം ദുആ സ്വീകരിക്കുന്നതിയുടെ താക്കോലാണ്. നമസ്കരിക്കുമ്പോൾ നിങ്ങൾ ദുആ ചെയ്യുക, അശ്രദ്ധരായി നമസ്കരിക്കരുത്. എല്ലാ തിന്മകളിൽ നിന്നും ദൃഷ്ടോടുള്ള കടപ്പാടാണെങ്കിലും ുള്ള കടപ്പാടുകൾ അതിൽ നിന്നെല്ലാം തന്നെ അതിനെ ലംഘിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക. അള്ളാഹു നിങ്ങൾ നശിപ്പിക്കുമെന്ന് കരുതേണ്ട, നിങ്ങൾ അള്ളാഹുവിൻ്റെ കൈകൾ നടപ്പെട്ട തയ്യാണ്, അത് ഭൂമിയിൽ വിട്ടിരിക്കുകയാണ്. അള്ളാഹു പറയുന്നു ഈ വളരും വ്യാപിക്കും, എല്ലായിടത്തും അതിൻ്റെ ശാഖകൾ വ്യാപിക്കുന്നതാണ്, ഒരു വലിയ വടവൃക്ഷമായി തീരുന്നതാണ്. അനുഗ്രഹീതരാണ് അവർ, അള്ളാഹുവിൻ്റെ വാക്കുകൾ വിശ്വസിക്കുകയും വരാനിരിക്കുന്ന അപകടങ്ങളിൽ നിന്ന് ഭയപ്പെടാതിരിക്കുകയും ചെയ്യുന്നത്. അപകടങ്ങൾ വരേണ്ടതാണ് ഇടയിൽ. കാരണം തൻ്റെ വാഗ്ദാനം, ഭയത്തിൻ്റെ വാഗ്ദാനത്തിൽ ആരാണ് സത്യവാന്മാരാണെന്ന് തിരിച്ചറിയാൻ വേണ്ടി, ആരാണോ ഈ അപകടങ്ങളിൽ നിന്നും വഴിതെറ്റുന്നത്, അള്ളാഹുവിനെ ഒരു കൊന്നും തന്നെ ചെയ്യാൻ സാധ്യമല്ല. അവൻ്റെ നിർഭാഗ്യം അവനെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അന്ന് അവൻ ജീവിച്ചിരുന്നില്ലായിരുന്നു എത്ര നല്ലതായിരുന്നു. അവസാനം വരെ ക്ഷമ കൈക്കൊള്ളുന്നവർ അവരിൽ പ്രയാസങ്ങളുടെ ഭൂകമ്പങ്ങൾ വന്നാലും ശക്തമായ കൊടുങ്കാറ്റുകൾ, ആപത്തിൻ്റെ കൊടുങ്കാറ്റുകൾ വന്നാലും ജനങ്ങൾ പരിഹസിക്കാനും ലോകം അവരോട് വിമിഷ്ടത്തോട് കാണുകയാണെങ്കിലും ശരിയ അനുഗ്രഹത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുന്നതാണ്. അവരിലാണ് എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഉണ്ടാകുക. ഇത് അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണ്. ഈ വാഗ്ദാനങ്ങളെ പൂർത്തിയാക്കുന്നതെന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് അള്ളാഹു തആല വിവിധ അവസരങ്ങളിൽ അള്ളാഹു മസീഹിനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതും. ഈ എല്ലാ എതിർപ്പുകളും ഉണ്ടായിട്ടും പരീക്ഷണങ്ങളും ഉണ്ടായിട്ടും സത്യത്തിൽ അടിയുറച്ച് നിൽക്കുന്നവർ, അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ വർഷമാണ് അള്ളാഹു ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. അവർ മുമ്പത്തേക്കാൾ ഉപരി ശക്തമായി വിശ്വാസത്തിൽ മുന്നേറ്റിക്കൊണ്ടിരിക്കുന്നു. അവർ ഇതിൻ്റെ അടയാളങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ലോകത്ത് എങ്ങനെയാണ് വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊരു കള്ളൻ്റെ വാദമല്ല, ഇത് വ്യക്തമായ തെളിവ് തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ ശക്തമായി മസീഹ് അലൈഹി സ്വലാത്ത് പറഞ്ഞതുപോലെ നമ്മൾ വിജയിക്കാനുള്ള ആയുധം ദുആയാണ്. ദുആയിൽ കൂടുതൽ ശ്രദ്ധിക്കുക. ദുആയിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അപ്പോഴാണ് അള്ളാഹു നമുക്ക് വിജയം ലഭിക്കുക. അതേകൊണ്ട് മസീഹ് അലൈഹി സ്വലാത്ത് പറയുകയുണ്ടായി, ദീനി അറിവ് കരസ്ഥമാക്കാൻ നിങ്ങൾ ശ്രമിക്കുക, അള്ളാഹുവിനോടുള്ള കടമ നിറവേറ്റുവാൻ, അതുപോലെ സൃഷ്ടികളുടെ കടമകൾ നിറവേറ്റാൻ വേണ്ടി ശ്രമിക്കുക, നമസ്കാരത്തെ നല്ല രീതിയിൽ അനുഷ്ഠിക്കുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമുക്ക് അവൻ്റെ അനുഗ്രഹങ്ങൾക്ക് ഉടമസ്ഥരായി നമ്മളെ മാറ്റുന്നതാണ്. അതിനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും അള്ളാഹു നൽകുമാറാകട്ടെ. ഈ കടമ നിറവേറ്റുന്നവരെ നമ്മൾ ഒരുത്തുമാറട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അഹമ്മദിയത്തിൻ്റെ വിജയം കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എനിക്കും നിങ്ങൾക്കും അതിനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകരുത്. നെന്മയും നമ്മൾ നൽകാൻ സാധിക്കുമാറാകട്ടെ. സ്ത്രീകളോടും സൃഷ്ടാവിനോടുള്ള കടമ നിറവേറ്റാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. വിശ്വാസത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുമാറാകട്ടെ. നമുക്ക് ദുആ ചെയ്യുക.